ഹലോ. എസ് എസ് സിയുടെ പരീക്ഷകൾ CGL, CHSL, MTS എന്താണെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് 3 ടൈപ്പ് ആൾക്കാരുണ്ടാവും. ഒന്ന് ഓൾറെഡി വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് എപ്പോഴും പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് മോക്ക് ടെസ്റ്റുകൾ ഒരുപാട് എഴുതി റിപ്പീറ്റഡ് ആയിട്ട് എഴുതിയ ആൾക്കാരുണ്ടാവും. 2, 1-2 വട്ടം എഴുതി പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് പ്രിപ്പറേഷൻ ഇല്ലാതെ ഇടയ്ക്ക് ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ഗ്യാപ്പ് വരുന്നതായിട്ടുള്ള ആൾക്കാർ നിങ്ങളിലുണ്ടാവും. 3, ഒരു തരത്തിലും ഈ പരീക്ഷ ഇതുവരെ എഴുതാത്ത ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്ന കുട്ടികളും ഉണ്ടാവും. ഇപ്പോൾ CHSL എഴുതാൻ പോകുന്നവർ പോലെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതിനകത്ത് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ കാറ്റഗറിയിലുള്ളവരെയാണ്. അതായത് ഇതുവരെ എഴുതാതെ ഉള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക. SSCയുടെയോ CHSL, CGL എസ്പെഷ്യലി ഈ 2 പരീക്ഷയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതുന്നത്. നമ്മുടെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അതിൽ 4 സെക്ഷൻസ് ഉണ്ട്. 4 സെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വരും, റീസണിങ് വരും, മാത്സ് വരും, GS വരും. ഈ ഓർഡറിലല്ല. ഓർഡർ പറയുകയാണെങ്കിൽ റീസണിങ്, GS, മാത്സ്, ഇംഗ്ലീഷ്. GS എന്ന് ഉദ്ദേശിക്കുന്നത് ജനറൽ സ്റ്റഡീസ്, ജനറൽ നോളജിനെയാണ്. റീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാൻറ്റിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ല, നമ്മുടെ എന്താ പറയുക, ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയും. ക്വാൻറ്റിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാത്സ് ആണ്. മാത്സിന് ക്വാൻറ്റിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ക്വാൻസ് എന്നൊക്കെ നമ്മൾ വെറുതെ പറയും. അപ്പോൾ ഈ 4 സെക്ഷനിലായിട്ട് നമുക്ക് 25 ക്വസ്റ്റ്യനാണ് സ്പ്രെഡ്. അങ്ങനെ 100 ക്വസ്റ്റ്യൻ മൊത്തം. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ചു. ഇതിൽ തെറ്റിച്ചാൽ നെഗറ്റീവ് മാർക്കും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അത്യാവശ്യം പഠിച്ചിട്ട് പോകുന്ന എല്ലാവർക്കും ഇതിനകത്ത് എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളും എഴുതാൻ പറ്റും. പക്ഷേ 1 മണിക്കൂറേ ഉള്ളൂ പരീക്ഷ. അപ്പോൾ 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ഏകദേശം ഒരു ഡീസൻറ്റ് അപ്രോച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ ഏതാണ്ടൊരു 40 സെക്കൻഡോ 45 സെക്കൻഡോ ഒക്കെ നമുക്ക് ഉള്ളൂ. അതിൽ തന്നെ ചോദ്യം വളരെ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലോ അതിലൊരു 30-35 സെക്കൻഡ് തന്നെ നമ്മൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നതിൽ തന്നെ പോകും, നമ്മൾ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ ചെയ്താൽ. സോ അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുന്ന സമയത്ത് ഇത് ഏത് ഓർഡറിൽ എഴുതണം, ഏത് രീതിയിൽ എഴുതണം എന്ന് ഒരുപാട് ടൈപ്പ് കൺഫ്യൂഷൻസ് സാധാരണ ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ പല സ്ട്രാറ്റജീസ് പലരും ഡെവലപ്പ് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത സ്ട്രാറ്റജി നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടാവും, ചിലപ്പോൾ വർക്ക് ആവാതെ ഉണ്ടാവും. ഞാൻ വർക്ക് ആവാത്ത ആൾക്കാരെ അഡ്രസ്സ് ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. എസ്പെഷ്യലി ഇപ്പോൾ CGL ഇന്ന് 26 ആണല്ലോ. അതെ, ഇന്ന് 26. അപ്പോൾ ഇന്നത്തോടെ ഇപ്പോൾ CGLൻ്റെ ഷിഫ്റ്റ്സ് എല്ലാം കഴിഞ്ഞു. അത് കഴിയുമ്പോഴായിരിക്കും വീഡിയോ വരുന്നത്. സോ ഇത് ആരും കണ്ട് സ്ട്രാറ്റജി മാറ്റി ടെൻഷനായി അങ്ങനെ പോകുന്നില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇടുന്നത്. ഞാൻ CHSL എഴുതാനിരിക്കുന്ന എക്സ്പീരിയൻസ് ഇല്ലാത്ത എന്നാൽ സ്ട്രാറ്റജി എങ്ങനെ വേണം എന്ന് കൺഫ്യൂഷനുള്ള കുട്ടികളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത്. അപ്പോൾ ഞാൻ പല ഓർഡേഴ്സിൽ അറ്റംപ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് എഴുതി നോക്കിയിട്ടുണ്ട്, മോക്ക് എഴുതി നോക്കിയിട്ടുണ്ട്. എല്ലാത്തിലും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മെയിൻലി എല്ലാവർക്കും ഗിൽറ്റ് വരുന്നത് മാത്സ് അല്ലെങ്കിൽ റീസണിങ്, അതിൽ അറിയുന്ന ചോദ്യങ്ങൾ എഴുതാൻ പറ്റില്ല എന്ന് വന്ന ഒരു തോട്ടിൻ്റെ പുറത്തുനിന്നാണ് ഒരു ഗിൽറ്റ് വരുന്നത്. ഇപ്പോൾ ഞാൻ ചില സമയത്ത് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു വിയർഡായിട്ടുള്ളൊരു മെത്തഡ് ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ വന്ന ഉടനെ ഫസ്റ്റ് റീസണിങ്ങിൽ അറ്റൻഡ് ചെയ്യും, അത് കഴിഞ്ഞ് നമ്മുടെ GSൽ അറ്റംപ്റ്റ് ചെയ്യും, അത് കഴിഞ്ഞ് മാത്സിൽ, ഇങ്ങനെ ഓർഡറിൽ അറ്റംപ്റ്റ് ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ എല്ലാത്തിലും, ഒരു ക്വസ്റ്റ്യൻ വീതം 4, ഒരു ക്വസ്റ്റ്യൻ വീതം 4, ഒരു ക്വസ്റ്റ്യൻ വീതം 4, ഇങ്ങനെ പോകും എല്ലാം കംപ്ലീറ്റ് ആവുന്നവരെ. പക്ഷെ അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി മാത്സിൻ്റെ സമയത്ത് വരുമ്പോൾ നമുക്ക് ടൈം കിട്ടില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് ഫാക്ടറിൻ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ GS, ജനറൽ സ്റ്റഡീസ്, നിങ്ങൾ എത്രയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും, നിങ്ങൾ ഭയങ്കരമായിട്ട് കറണ്ട് അഫയേഴ്സ് എല്ലാം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ നോട്ട്സ് എടുത്ത് അതിൽ നിന്ന് പഠിച്ചാൽ പോലും, ഒരു 1.5 വർഷം എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും, ദർ ഈസ് ചാൻസ് ദാറ്റ് ഒരു 30% ഒക്കെ നിങ്ങൾക്ക് കിട്ടാതെ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ് ഈ സബ്ജക്റ്റുകൾ അങ്ങനെയല്ല. ഇതിൽ പോകുന്നുണ്ടെങ്കിൽ തന്നെ ഏറ്റവും വേസ്റ്റ് കേസിൽ, നിങ്ങൾക്ക് ഏറ്റവും കൂടിയ അധ്വാനത്തിൽ നിങ്ങൾ പോയാൽ തന്നെ വേസ്റ്റ് കേസിൽ നിങ്ങൾക്ക് പോകാൻ പോകുന്നത് മേ ബി ഒരു 10% ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് റേഷ്യോ എന്നൊക്കെ പറയുമല്ലോ MBA പഠിക്കുന്നവർ, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മാത്സിൽ റീസണിങ്ങിലും
ഇംഗ്ലീഷിലും മാക്സിമം അറ്റംപ്റ്റ് ചെയ്തിട്ട് റെസ്റ്റ് ഓഫ് ദ ടൈമിൽ സ്പീഡായിട്ട് GS അറ്റംപ്റ്റ് ചെയ്യുന്നതാണ് ബുദ്ധി. അപ്പോൾ നമുക്ക് ചിലപ്പോൾ മാത്സിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സ്പീഡിൽ അറ്റംപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ റീസണിങ് ഭയങ്കര സ്പീഡിൽ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ചില പാസേജസ്, ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് പാറ്റേൺ വന്നതിന് ശേഷം പാസേജസ് ആണ് ഭയങ്കരമായിട്ട് വരുന്നത്, വളരെ ലെങ്തി ആയിട്ടുള്ള കോംപ്രിഹെൻഡ് ചെയ്യാൻ പാടുള്ള പാസേജസ്. അപ്പോൾ ഈ പാസേജസ് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്താ പറയുക, നേരെ പോയിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് GS കുറേ പഠിച്ചിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ചിന്തിക്കരുത്. ബിക്കോസ് GS നിങ്ങൾ എത്രയൊക്കെ നിങ്ങൾ ലോജിക്കലി കുത്തിമറിഞ്ഞിരുന്ന് പഠിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് 2ാം ക്ലാസ് തൊട്ട് എല്ലാം ഇങ്ങനെ GS ഇങ്ങനെ നോക്കി നോക്കി പഠിച്ചു വരുന്ന രീതിയിലായിരിക്കണം. എത്രയൊക്കെ പഠിച്ചാലും ഒബ്സ്ക്യൂർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ അവർ ചോദിക്കും, അത് വീണ്ടും വീണ്ടും ചോദിക്കും. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ നിസാർ എന്ന് പറഞ്ഞൊരു സാറ്റലൈറ്റ് നിങ്ങൾക്കറിയാം, ഇത് നമ്മുടെ നാസയും ISROയും കൂടെ എന്താണ് കമ്പൈൻഡ് ആയിട്ട് പോകുന്നത്. അതിന് കുറേ കാര്യങ്ങളുണ്ട്, അതിന് കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒരു 10 ഡീറ്റെയിൽസ് പഠിക്കും, പക്ഷേ അതിൽ ഒരു ചോദിക്കാത്ത ഒരെണ്ണമായിരിക്കും, അല്ല നിങ്ങൾ പഠിക്കാത്ത ഒരെണ്ണമായിരിക്കും ചോദിക്കുന്നത്. സോ GSനെ സംബന്ധിച്ച് അത് നിങ്ങൾ പഠിച്ചാലും ആ പഠിച്ച സ്ഥാനത്തിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ പഠിക്കാത്ത കാര്യങ്ങൾ ചോദിക്കും. സോ ഈ ഒരു ഐഡിയ മൈൻഡിലുള്ളവർ മാറ്റി വെച്ചേക്കുക. GS നമുക്ക് എത്ര പഠിച്ചാലും നമുക്ക് അതിൽ നിന്ന് മാർക്ക് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ പിന്നെ എന്താ സ്ട്രാറ്റജി എന്ന് ഞാൻ പറയാം, ഞാൻ കൂടുതൽ വളച്ചു കെട്ടില്ലാതെ. എനിക്ക് പേഴ്സണലി നന്നായിട്ട് തോന്നിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് വർക്കായേക്കാം, വർക്കാവാതെ ഇരിക്കാം. പക്ഷെ എനിക്ക് പേഴ്സണലി എന്താണ്, നമ്മൾ സമയം ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഇട്ട സമയം നമുക്ക് പോയതായിട്ട് തോന്നുകയും ചെയ്യരുത്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഫസ്റ്റ് നിങ്ങൾ റീസണിങ്, ഫസ്റ്റ് വരുന്ന ഓപ്പണിംഗ് ആവുന്ന റീസണിങ് തന്നെയാണ്. റീസണിങ് എടുക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുക, വായിക്കുക. അപ്പോൾ മൈൻഡിൽ ഒരു മെൻ്റൽ ക്ലോക്ക് ഓടിക്കുക. നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു 8-10 സെക്കൻഡ്, 1 2 3 4 5 6 7 8 9 10 ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ ആ ചോദ്യം വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക. മനസ്സിലായി ക്ലിക്കായി വരുന്ന സാധനമാണെങ്കിൽ അത് എഴുതുക. ഈ ഒരു റൗണ്ട് പോവുക. ആദ്യത്തെ ചോദ്യം അങ്ങനെ എഴുതി, രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെ നോക്കുന്നു, മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെ നോക്കുന്നു. ഇങ്ങനെ ക്ലിക്ക് ആവുന്നുണ്ടെങ്കിൽ പെൻ തൊടാതെ തന്നെ നിങ്ങൾ ഉത്തരം എഴുതുക. ഇത് എവിടെ വരെ പോകണം? റീസണിങ് എടുത്തു, നെക്സ്റ്റ് വരുന്ന GS തൊടരുത്, നേരെ മാത്സിലോട്ട് പോകണം. നേരെ മാത്സിൽ പോയിട്ട് ഇതേ പർപ്പസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മാത്സിലെല്ലാം അങ്ങനെ പറ്റില്ല, എനിക്കറിയാം. എന്നാലും മാത്സിൽ കുറേ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ട്രിഗണോമെട്രിയിലെ ചെറിയ ക്വസ്റ്റ്യൻസ്, ചില ക്വസ്റ്റ്യൻസ് ഇപ്പോൾ sin സ്ക്വയർ തീറ്റ പ്ലസ് cos സ്ക്വയർ തീറ്റ = 1 എന്നുള്ള ഫോർമുല ഉപയോഗിച്ചിട്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയോ? പേന എടുക്കാതെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഫസ്റ്റ് കിട്ടണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് റീസണിങ് എടുക്കുന്നു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുന്നു, 10 സെക്കൻഡിൽ വായിച്ച് നോക്കുന്നു, മനസ്സിലാവുന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു, ഇല്ലെങ്കിൽ വിടുന്നു. 10 സെക്കൻഡിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നില്ലെങ്കിൽ വിട്ടേക്കുക. എന്നിട്ട് എങ്ങനെ വരെ പോവുക? മാത്സും കംപ്ലീറ്റ് ചെയ്യുക. റീസണിങ്ങിൽ 25 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്ത്, മാത്സിൽ 25 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്ത്, ഓക്കെ, ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു. പിന്നെ റീസണിങ്ങിൽ പോവുക. പേന കൊണ്ട് ചെയ്യാനുള്ള ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. മാത്സിൽ വരിക, പേന കൊണ്ട് ചെയ്യാനുള്ള ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. സോ ഇതാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളൊരു സ്ട്രാറ്റജി. നിങ്ങൾ ഇനിയുള്ള മന്ത്സിൽ, ഇപ്പോൾ CHSL എഴുതാനുള്ളവർ ഇപ്പോൾ എന്താ, നിങ്ങൾ ഇപ്പോൾ തന്നെ എക്സാംസ് പഠിക്കുകയായിരിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ കോൺസെപ്റ്റ്സ് എല്ലാം ഇട്ട് കൊടുത്ത് തുടങ്ങി. ഞാൻ ഓൾറെഡി മിക്സഡ് ആൻഡ് അലിഗേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ചാനലിൽ പോയി കാണണം. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇന്ന് തന്നെ അതിൻ്റെ വീഡിയോസ് ഇടുന്നതായിരിക്കും, അതിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. നമ്മൾ ഇച്ചിരി ഫാസ്റ്റ് ആൻഡ് ഫോർവേഡായിട്ട് മൂവ് ചെയ്യുന്ന തന്നെയായിരിക്കും. കുറച്ച് പേഴ്സണൽ കാര്യം ഉള്ളതുകൊണ്ടാണ് സ്പീഡിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തത്. പക്ഷേ ആസ് ഓൺ ഫ്രം ടുഡേ നമ്മൾ നല്ല സ്പീഡായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത് വിട്ടേക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ CHSL എഴുതാനുള്ളവരാണെങ്കിലും ഇനിയുള്ള ടൈമിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് മോക്സ് ഒക്കെ കൊടുക്കുമായിരിക്കും അല്ലേ? ഈ മോക്സ് കൊടുക്കുന്ന സമയത്ത് ഈ സ്ട്രാറ്റജി നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. ഞാൻ പിന്നെയും പറയുന്നു, ഞാൻ പ്രത്യേകം ഇത് പറയുന്നത് ഇതിൽ സ്ട്രാറ്റജി ഓൾറെഡി ഇല്ലാത്തവർക്കാണ്. കാരണം ഓരോരുത്തർക്ക് പേഴ്സണലി ഓരോ സ്ട്രാറ്റജിയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സാധനം എല്ലാവർക്കും വർക്ക് ചെയ്യണമെന്നില്ല. ഞാൻ പൊതുവായിട്ട് ഞാൻ അനലൈസ് ചെയ്ത ഒരറിവ് ഞാൻ നിങ്ങൾക്ക് പകർന്നു നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ, ഇത് ചൂസ് ചെയ്യണോ അത് ചൂസ് ചെയ്യണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ ഈ ഐഡിയ അഡോപ്റ്റ് ചെയ്യുക. എന്താണ് ഐഡിയ? പിന്നെ ഞാൻ സമ്മപ്പ് ചെയ്യാം. ഫസ്റ്റ് റീസണിങ് എടുക്കുന്നു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുന്നു, 10 സെക്കൻഡ്സ് ക്ലോക്ക് ഓടുന്നു, 10 സെക്കൻഡിൽ ആ ക്വസ്റ്റ്യൻ വായിച്ച് ഉത്തരം കിട്ടുന്നുണ്ടോ മൈൻഡിൽ നിന്ന് ഉറപ്പുവരുത്തി ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുന്നു, 10 സെക്കൻഡിലുണ്ടോ? ഉണ്ട്, വരുന്നുണ്ട്, ആൻസർ ചെയ്യുന്നു, ഇല്ലേ, വിട്ടു. അങ്ങനെ റീസണിങ്ങിൽ 25 ക്വസ്റ്റ്യനും കഴിഞ്ഞു. പേന തൊടാതെ ചെയ്യാൻ പറ്റുന്നത്, മൈൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. നേരെ എവിടെ പോകണം? മാത്സിൽ പോകണം. സ്പീഡിൽ മാത്സിൽ പോകണം. മാത്സിൽ പോയിട്ട് ഇതേ പർപ്പസ്. മാത്സിൽ കുറേ ക്വസ്റ്റ്യൻ നിങ്ങൾ അബാൻഡൻ ചെയ്യേണ്ടി വരും. റീസണിങ്ങിലെ പോലെയല്ല. ഈ പറഞ്ഞ പോലെ പേന തൊടാതെ ഒരുപാട് ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല. എന്നാലും നിങ്ങൾ സ്ട്രിക്ട്ലി ഇത് ഫോളോ ചെയ്യണം. കുറേ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ
10 സെക്കൻഡ് ഓടിക്കുക, പറ്റുന്നുണ്ടോ? ഇല്ല, വിട്ടേക്കുക. 10 സെക്കൻഡ് ഓടിക്കുക, കിട്ടുന്നുണ്ടോ? ക്ലിക്ക് ചെയ്യുക. അങ്ങനെ മാത്സും ഈ ഫസ്റ്റ് റൗണ്ട്, നമ്മൾ ഈ ഫസ്റ്റ് റൗണ്ടിനെ വിത്തൗട്ട് പെൻ റൗണ്ട് നമുക്ക് വിളിക്കാം. ഈ ഫസ്റ്റ് റൗണ്ട് കഴിയുമല്ലോ, അത് കഴിഞ്ഞ് ഉടനെ തന്നെ റീസണിങ്ങിൽ പോയിട്ട് പെൻ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതൊക്കെ. ഇനി അതിൽ പോലും പെൻ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസിൽ പോലും നിങ്ങൾ മാക്സിമം ഒരു 30 സെക്കൻഡ്സിൻ്റെ മേളിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കരുത്. 30 സെക്കൻഡ് 35 സെക്കൻഡിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും എന്നുള്ള രീതിയിൽ വരുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഇപ്പോൾ ഒരു പ്രോബ്ലം എടുത്തു, ഒരു 30 സെക്കൻഡ് സ്പെൻഡ് ചെയ്തു, റീസണിങ്ങിലോ മാത്സിലോ ആയിക്കോട്ടെ, ഉത്തരം കിട്ടുന്നില്ല. അവിടെ ഇച്ചിരി സ്പേസ് വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുക. മനസ്സിലായോ? നമുക്ക് SSC എക്സാമിൽ വേറൊരു മെയിൻ സ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ കോൺസെപ്റ്റ്സ് പഠിക്കുന്നതിനേക്കാളും ഏത് ചോദ്യം വിടണം, ഏത് ചോദ്യം വിട്ടേക്കണം. നമ്മൾ ഒരുപാട് പഠിക്കുമ്പോൾ നമുക്കൊരു ഈഗോയുടെ പ്രശ്നം വരും അല്ലേ? അയ്യോ, ഈ ചോദ്യം നമുക്ക് വിടാൻ പറ്റത്തില്ല, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ വരുന്നൊരു ഫേസാണിത്. ഞാൻ ഈ ചാപ്റ്റർ ഇപ്പോൾ ട്രിഗണോമെട്രി ഞാൻ ഇത്രയും പഠിച്ചിട്ടുണ്ട്, എനിക്കൊക്കെ പണ്ട് പറ്റുന്ന പ്രശ്നമായിരുന്നു. ട്രിഗണോമെട്രി ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട്, എനിക്ക് ഫേവറേറ്റ് സബ്ജക്റ്റാണ്. ട്രിഗണോമെട്രി എന്നൊരു ചോദ്യം വന്നിട്ട് എങ്ങനെ ഞാനിത് എഴുതാതിരിക്കുക എന്നൊരു സാധനം വരും. അങ്ങനെ വരരുത്. ആ ഈഗോയെ ഉപേക്ഷിക്കാനുള്ളൊരു ട്രെയിനിങ് ആണ് മത്സര പരീക്ഷയുടെ ട്രെയിനിങ്. അതുകൂടെയാണ് നിങ്ങൾ അവരെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. നിങ്ങളുടെ IQവിൻ്റെ ജഡ്ജ്മെൻറ്റോ നിങ്ങളുടെ ബുദ്ധിയുടെയോ നിങ്ങളുടെ ഇൻ്റലക്ച്വൽ കേപ്പബിലിറ്റിയുടെയോ ഒരു ടെസ്റ്റ് ഗ്രൗണ്ട് ആയിട്ടൊന്നും ഒരു മത്സര പരീക്ഷ നിങ്ങൾ കാണരുത്. നിങ്ങൾക്കിപ്പോൾ ലൈഫിലൊരു ജോലിയുടെ അത്യാവശ്യമുണ്ട്. ആ ജോലി കൊണ്ട് നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് ലൈഫ് സ്റ്റാൻഡേർഡ്സ് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയുള്ളൊരു ടൂളായിട്ട് മാത്രമേ നിങ്ങൾ ഈ മത്സര പരീക്ഷകളൊക്കെ കാണാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയുന്ന ആണ്, നിങ്ങൾ 7 വട്ടമോ 8 വട്ടമോ 10 വട്ടമോ റിവൈസ് ചെയ്തൊരു സബ്ജക്റ്റ് ആയിക്കോട്ടെ, അതിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് വിട്ട് കളഞ്ഞേക്കണം. അത് വിട്ട് കളഞ്ഞിട്ട് അടുത്ത ഇതിലോട്ട് കടക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ സ്ട്രാറ്റജി. ഇനി പറയുകയാണെങ്കിൽ അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വിട്ട് കളയണം. ഓക്കെ, എന്നിട്ട് വിട്ട് കളഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ റീസണിങ്ങിലെയും മാത്സിലെയും ക്വസ്റ്റ്യൻ നിങ്ങൾ മാക്സിമം പോയാൽ നിങ്ങൾ ഈ പരീക്ഷയുടെ ഒരു 35-40 മിനിറ്റിനുള്ളിൽ ഒരു 40 മിനിറ്റ്സേ മാക്സിമം പോവുള്ളൂ. നിങ്ങൾ മൈൻഡിൽ ക്ലോക്ക് വേണം ഒരു 40 മിനിറ്റ്സ്. ഇനി 20 മിനിറ്റ്സേ കാരണം ടോട്ടൽ 60 മിനിറ്റ്സ് അല്ലേ, ഇനി 20 മിനിറ്റ്സേ ബാക്കിയുള്ളൂ എന്ന് ടൈമറിൽ കാണുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക, നേരെ ഇംഗ്ലീഷിലോട്ട് പോവുക. ഇംഗ്ലീഷ് പെട്ടെന്ന് ഉത്തരം എഴുതി വെക്കുക. എന്നിട്ട് ഇംഗ്ലീഷും ഈ 20 മിനിറ്റ്സിൽ ഒരു 10 മിനിറ്റ്സിൽ തീർക്കാൻ നോക്കണം. എന്നിട്ട് ബാക്കിയുള്ള 10 മിനിറ്റ്സിൽ നിങ്ങൾ GS വന്ന് അറ്റംപ്റ്റ് ചെയ്യുക. എനിക്കറിയാം പറയുമ്പോൾ ഭയങ്കര എളുപ്പം, പക്ഷെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ നിങ്ങളുടെ ബ്രെയിൻ ആ ഒരു പ്രോസസ്സുമായിട്ട് ട്യൂൺഡായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഒരുപാടൊന്നും പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ഒരു സ്ട്രാറ്റജിയും ഇതുവരെ ഡെവലപ്പ് ചെയ്യാത്ത, പുതിയതായിട്ട് എഴുതാൻ പോകുന്ന, കൺഫ്യൂഷനുള്ള സ്ട്രാറ്റജിയിൽ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു അഡ്വൈസാണിത്. ഫസ്റ്റ് റീസണിങ്, സെക്കൻഡ് മാത്സ്. പക്ഷേ ഏത് ക്വസ്റ്റ്യൻ? വിത്തൗട്ട് പെൻ, മൈൻഡിൽ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രം. പിന്നെ പെൻ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇൻ റീസണിങ്, മാത്സ്. ദാറ്റ് ടു മാക്സിമം 30 സെക്കൻഡ്സിൽ അല്ലെങ്കിൽ 35 സെക്കൻഡ്സിൽ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഫസ്റ്റ് 40 മിനിറ്റ്സ് മാത്സിലും റീസണിങ്ങിലും സ്പെൻഡ് ചെയ്തതിന് ശേഷം ജംപ് ടു ഇംഗ്ലീഷ് 10 മിനിറ്റ്, GS 10 മിനിറ്റ്. സോ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ മോക്കിൽ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ഇപ്പോൾ വരുന്നുണ്ടല്ലോ, ആ മോക്കിൽ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ടൈം പോകുന്നതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ബിക്കോസ് SSC എക്സാംസിനെ സംബന്ധിച്ച് ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ നമുക്കില്ല. അതുകൊണ്ടാണ് പല ആൾക്കാർക്ക് പല സ്ട്രാറ്റജി. ബിക്കോസ് നിങ്ങളുടെ എല്ലാവരുടെയും ബ്രെയിൻ പല രീതിയിലല്ലേ വർക്ക് ചെയ്യുന്നത്. ചിലവർക്ക് ഇപ്പോൾ GS എടുത്തു കഴിഞ്ഞിട്ട് മാത്സിലോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ റീസണിങ് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബ്രെയിൻ നല്ല സ്പീഡാവുമല്ലോ. അപ്പോൾ സ്പീഡാകുമ്പോൾ പെട്ടെന്ന് GSലോട്ട് പോകുമ്പോൾ സ്ലഗ്ഗിഷ് ആകുമ്പോൾ പിന്നെയും ബ്രെയിൻ ഓണാക്കാൻ പ്രശ്നമായിരിക്കും. ചില ആൾക്കാർക്ക് അങ്ങനെ പോകുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ സ്ട്രാറ്റജി ഞാൻ കുറേ നാൾ ട്രൈ ചെയ്തിരുന്നത്. അതായത് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ റീസണിങ്ങിലെടുക്കും, പിന്നെ ഒരു ക്വസ്റ്റ്യൻ GSലെടുക്കും, പിന്നെ ഒരു ക്വസ്റ്റ്യൻ ക്വാൻറ്റിലെടുക്കും, മാത്സിലെടുക്കും, പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലെടുക്കും. പക്ഷേ ഓരോരുത്തരുടെയും സെറിബ്രം, ബുദ്ധി, അതിൻ്റെ രീതി ഡെവലപ്പ് ചെയ്യുന്ന പല സ്പേസിലാണ്. സോ ജനറിക്കായിട്ട് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് പറ്റുമോ നോക്കുക. കാരണം ഞാൻ ഇത്ര പറഞ്ഞുള്ളൂ. ഈ പാറ്റേണിനുള്ള എൻ്റെ റീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GSൽ നിങ്ങൾ ഏറ്റവും അവസാനം വെക്കുക. കാരണം എന്തായാലും നിങ്ങൾക്ക് കുറേ ഏറ്റവും കൂടുതൽ മാർക്ക് പോകുന്ന GSലാണ്.
അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ സാധ്യതയുള്ളത്, നിങ്ങളുടെ അധ്വാനത്തിൽ നിങ്ങൾക്ക് വിശ്വാസം അർപ്പിച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ സാധ്യതയുള്ളത് മാത്സിലും റീസണിങ്ങിലുമാണ്. അത് ഫസ്റ്റ് ചെയ്യുക. അത് ചെയ്യേണ്ട പാറ്റേണും കൂടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ മിക്സർ ആൻഡ് അലിഗേഷൻ്റെ ചാപ്റ്റർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പോയി കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് കാണുക. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഷോർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മിക്സർ ആൻഡ് അലിഗേഷന് ഇടുന്നതിന് മുമ്പ്. അതിൻ്റെ ലിങ്ക് ഞാൻ ആ മിക്സർ ആൻഡ് അലിഗേഷൻ വീഡിയോയുടെ അടിയിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ ചെയ്യാം. അത് കണ്ടതിന് ശേഷമേ നിങ്ങൾ മിക്സർ ആൻഡ് അലിഗേഷൻ ഒന്ന് കാണാവുള്ളൂ. ഓക്കെ, ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം ഒരു കാര്യം കൂടെ വിട്ടുപോയി. ആ മിക്സർ ആൻഡ് അലിഗേഷനിലെ ഒരു പ്രത്യേക ടൈം സ്റ്റാമ്പിൽ ഞാനൊരു ചെറിയ മിസ്റ്റേക്ക് ആബ്സെൻറ്റ് മൈൻഡഡ്നെസ് കാരണം വരുത്തിയിട്ടുണ്ട്. അതും ഞാൻ ആ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പോയിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്താൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല, അതിനകത്ത് പ്രോബ്ലംസ് ഒന്നുമില്ല. ചെറിയൊരു ടൈപ്പിംഗ് റൈറ്റിംഗ് മിസ്റ്റേക്കാണ്, എഴുതിയതിൽ വന്നൊരു മിസ്റ്റേക്കാണ്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണുക. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള അതിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത് നമ്മൾ ഇടുന്നതായിരിക്കും. വിത്തിൻ 2 days നമ്മൾ അടുത്ത കോൺസെപ്റ്റും തുടങ്ങും. എല്ലാം പാരലലി നമ്മൾ പോവും. സോ CHSL എഴുതുന്നവർ ബുദ്ധിമുട്ടണ്ട. ഒരുമാതിരി നമുക്ക് ഒരു 90% ഓഫ് ദ സിലബസ് CHSL എഴുതുന്നതിന് മുമ്പ് കവർ ചെയ്യാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പോയിട്ട് ഇത് നോക്കുക. ഓക്കെ.